നമസ്തേ. പാകിസ്ഥാനിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. അതിർത്തിക്കപ്പുറം ആയുധനീക്കം തകർന്ന ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും ഉയരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണോ? പാകിസ്ഥാന്റെ അകത്ത് രാഷ്ട്രീയവും സാമ്പത്തികവും സുരക്ഷാപരവുമായ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നതിനിടെ സ്വന്തം സർക്കാരിനെയും രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെയും തുറന്നടിച്ച് പാകിസ്ഥാൻ മന്ത്രിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം അതിർത്തിക്കപ്പുറം ചൈനയും തുർക്കിയും പാകിസ്ഥാനിലേക്ക് വൻതോതിൽ സൈനിക സാമഗ്രികൾ എത്തിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുടെ ആസ്ഥാനം വീണ്ടും പുനർനിർമ്മിച്ചുവെന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രതിസന്ധി, സൈനിക വിന്യാസം, വിദേശ സൈനിക സഹായം, തകർന്ന ഭീകര കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണം, ഈ 4 നീക്കങ്ങളും ഒരേ സമയത്ത് സംഭവിക്കുന്നത് വലിയ സുരക്ഷാ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സ്വന്തം സർക്കാരിനെതിരെ പാക് മന്ത്രിമാർ തന്നെ രംഗത്ത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം നേടിയതെങ്കിലും ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക രംഗം, ആഗോളതലത്തിലെ സ്വാധീനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യ തുടർച്ചയായി മുന്നേറുമ്പോൾ പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലാണെന്നാണ് ഖ്വാജ ആസിഫിന്റെ വിലയിരുത്തൽ. നമ്മളും ഇന്ത്യയും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം നേടിയത്, എന്നാൽ ഇന്ന് 2 രാജ്യങ്ങളും എത്രയോ ദൂരെയാണ് നിൽക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സാധാരണ രാഷ്ട്രീയ പരാമർശം മാത്രമല്ല, പാകിസ്ഥാന്റെ ആഭ്യന്തര സാഹചര്യം എത്രത്തോളം മോശമായിരിക്കുകയാണ് എന്നതിന്റെ തുറന്നു സമ്മതം കൂടിയാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നുപോകുന്ന സാഹചര്യമാണെന്നും ഖൈബർ പഖ്തൂൺഖയിലെ ജനങ്ങൾ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെന്നും പാകിസ്ഥാൻ അധീന കാശ്മീരിലെ ജനങ്ങൾ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുകയാണെന്നും ഖ്വാജ ആസിഫ് ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം സർക്കാരിന്റെ വീഴ്ചകളിലേക്ക് നോക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ മുന്നറിയിപ്പും പുറത്തുവന്നത്. നിലവിലെ സാഹചര്യം തുടർന്നാൽ ഷെഹബാസ് ഷെരീഫ് സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന തരത്തിലുള്ള ശക്തമായ ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ പ്രവിശ്യകളിലും ജനങ്ങൾ പ്രതിസന്ധിയിലാണെന്നും ഭരണകൂടത്തോടുള്ള പൊതുജന വിശ്വാസം ദിനംപ്രതി കുറയുകയാണെന്നും നഖ്വി പറഞ്ഞു. ഇതോടെ പാകിസ്ഥാനിൽ മറ്റൊരു വലിയ ചോദ്യം ഉയരുകയാണ്. രാജ്യത്തെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണോ അതോ സൈന്യമാണോ? സർക്കാരിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഇത്തരമൊരു ഭരണകൂടത്തിന് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ചോദ്യവും ശക്തമാകുകയാണ്. റാവൽപിണ്ടിയിൽ സൈനിക വിന്യാസം. ഇതിനിടെയാണ് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ 3 കമ്പനി സൈന്യത്തെ വിന്യസിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത്. അടുത്ത 6 മാസത്തേക്കാണ് സൈനിക വിന്യാസം. എന്നാൽ എന്തിനാണ് സൈന്യത്തെ വിന്യസിക്കുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. നഗരത്തിലെ സുരക്ഷാ ആശങ്കകൾ പരിഗണിച്ചാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 245 പ്രകാരമാണ് സൈനിക വിന്യാസത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുരക്ഷാ ചുമതലയുള്ള ജില്ലാ ഭരണകൂടത്തെ സഹായിക്കുന്നതിനാണ് സൈന്യത്തെ നിയോഗിക്കുന്നത്. റാവൽപിണ്ടിയിൽ സൈന്യത്തെ വിന്യസിക്കണമെന്ന് പാക് പഞ്ചാബ് പ്രവിശ്യ സർക്കാർ ജൂലൈ 22-ന് ആവശ്യപ്പെട്ടിരുന്നു. സൈനിക ആസ്ഥാനം ഉൾപ്പെടുന്ന നഗരത്തിൽ തന്നെ ഇത്തരത്തിൽ സൈനിക വിന്യാസം നടത്തേണ്ടി വരുന്നുവെന്നത് പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം എത്രത്തോളം ആശങ്കാജനകമാണെന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ബൊലാരിയിൽ ബ്രഹ്മോസിന്റെ കൃത്യമായ പ്രഹരം. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ സൈനിക നീക്കങ്ങളിലൊന്നിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചിക്ക് സമീപമുള്ള ബൊലാരി വിമാനത്താവളത്തിലെ ഹാങ്കറിനെ ലക്ഷ്യമാക്കി ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതിനെക്കുറിച്ച് സൗത്ത് വെസ്റ്റ് എയർ കമാൻഡ് മുൻ മേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിശദീകരണം നൽകിയിട്ടുണ്ട്. ബൊലാരി വിമാന ഷെഡിന്റെ ഒരു മൂല തുളച്ചുകയറി ബ്രഹ്മോസ് ഉള്ളിലേക്ക് പതിച്ചതിന്റെ ചിത്രം ഇന്നും തന്റെ മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്നതാണെന്ന് നാഗേഷ് കപൂർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അന്ന് 4 ബ്രഹ്മോസ് മിസൈലുകളാണ് ബൊലാരി വിമാന ഷെഡിന് നേരെ ഉപയോഗിച്ചതെന്നാണ് വിശദീകരണം. അതിൽ ഒരു മിസൈൽ ഹാങ്കറിന്റെ മൂല തകർത്ത് ഉള്ളിലേക്ക് കുതിക്കുകയായിരുന്നു. അതിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന പാകിസ്ഥാന്റെ സാപ് 2000 എവെക്സ് വിമാനമാണ് ആക്രമണത്തിൽ തകർന്നതെന്നാണ് അവകാശവാദം. ഏകദേശം 3000 കോടി രൂപ മൂല്യമുള്ള ഈ അത്യാധുനിക നിരീക്ഷണ വിമാനത്തിന്റെ നാശം പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ പ്രധാന തെളിവുകളിലൊന്നായി മാറിയത് ബൊലാരി ആക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് എവെക്സ് ഇന്ത്യയുടെ ലക്ഷ്യമായത്? ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 314 കിലോമീറ്റർ അകലെ പാകിസ്ഥാന്റെ എവെക്സ് വിമാനം തുടർച്ചയായി പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക
സംവിധാനങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിമാനം ഒരിക്കലും ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് 300 കിലോമീറ്ററിനുള്ളിലേക്ക് കടന്നിരുന്നില്ല. എങ്കിലും അതൊരു ഹൈ വാല്യൂ ഏരിയൽ അസറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ അതിനെ തകർക്കണമെന്ന തീരുമാനം ശക്തമായി. മുകളിൽ നിന്നുള്ള ഉത്തരവിനായി കാത്തു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നും പാകിസ്ഥാന്റെ നിരീക്ഷണ ശേഷിക്ക് വലിയ തിരിച്ചടി നൽകേണ്ടത് അനിവാര്യമായിരുന്നുവെന്നുമാണ് വിശദീകരണം. തുടർന്ന് ബൊലാരി ഹാങ്കർ ലക്ഷ്യമാക്കി ബ്രഹ്മോസ് പ്രയോഗിച്ചത്. മിസൈൽ ഹാങ്കറിന്റെ മൂലയിലൂടെ കൃത്യമായി അകത്തേക്ക് കടന്നു. അതിന്റെ ഫലമായി ഏകദേശം 3000 കോടി രൂപ മൂല്യമുള്ള സാബ് 2000 എവേക്സ് വിമാനം കത്തി നശിച്ചു. ഒരു മിസൈൽ, ഒരു കൃത്യമായ ലക്ഷ്യം, പാകിസ്ഥാന്റെ അത്യന്തം വിലപിടിപ്പുള്ള ഒരു സൈനിക ആസ്തിയുടെ നാശം. ഇതാണ് ബൊലാരി ആക്രമണത്തെ ഓപ്പറേഷൻ സിന്ദൂറിലെ നിർണായക സംഭവമാക്കി മാറ്റിയത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു നീക്കം. ഇതിനിടെയാണ് മറ്റൊരു ആശങ്ക ശക്തമാകുന്നത്. രണ്ടാം ഓപ്പറേഷൻ സിന്ദൂറിന് അരങ്ങൊരുങ്ങുകയാണോ? പാകിസ്ഥാനിലേക്ക് ഇന്ത്യയും തുർക്കിയും വൻതോതിൽ സൈനിക സഹായം എത്തിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഈ സംശയത്തിന് പിന്നിൽ. തുർക്കിയുടെ C-130, ചൈനയുടെ A-400M എന്നീ സൈനിക ചരക്ക് വിമാനങ്ങൾ പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളിലേക്ക് എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാന്റെ നൂർഖാൻ മസ്രൂർ വ്യോമ താവളങ്ങളിലേക്കാണ് ഈ സൈനിക വിമാനങ്ങൾ പറന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, കമികാസെ ഡ്രോണുകൾ, ആളില്ലാ ആകാശ വാഹനങ്ങൾ തുടങ്ങിയവയാണ് പാകിസ്ഥാന് കൈമാറിയതെന്നാണ് രഹസ്യാന്വേഷണ വിവരങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. ചൈനയുടെയും തുർക്കിയുടെയും സൈനിക വിമാനങ്ങൾ ഏകദേശം 60 മണിക്കൂർ വരെ പാകിസ്ഥാനിലെ ഈ വ്യോമ താവളങ്ങളിലേക്ക് സൈനിക ചരക്കുകളിലായി എത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു സാധാരണ സൈനിക വിതരണമാണോ, അതോ വരാനിരിക്കുന്ന ഏതെങ്കിലും വലിയ സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ സൈനിക വിമാനങ്ങളുടെ വരവ് മാത്രം അടിസ്ഥാനമാക്കി രണ്ടാം ഓപ്പറേഷൻ സിന്ദൂർ ഉറപ്പായെന്ന് പറയാനാകില്ല. പക്ഷേ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രതിസന്ധിയും സൈനിക വിന്യാസവും വിദേശ ആയുധ സഹായവും ഒരേ സമയത്ത് നടക്കുന്നത് ഇന്ത്യക്ക് അവഗണിക്കാനാകാത്ത സുരക്ഷാ സൂചനകളാണ്. തകർന്ന ഭീകര കേന്ദ്രം വീണ്ടും ഉയർന്നു. ഇതോടെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ ജെയ്ഷെ-ഇ-മുഹമ്മദ് ഭീകര സംഘടനയുടെ പ്രധാന കേന്ദ്രം വീണ്ടും പുനർനിർമ്മിച്ചുവെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ-ഇ-മുഹമ്മദിന്റെ കുപ്രസിദ്ധമായ മക് സുബാനല്ല സമുച്ചയം പുനർനിർമ്മാണം പൂർത്തിയാക്കിയതായി കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. 2025 മെയ് മാസത്തിലെ ഓപ്പറേഷനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട ഈ കേന്ദ്രം ആക്രമണത്തിൽ വ്യാപകമായി തകർന്നിരുന്നു. വലിയ ഗർത്തങ്ങളും തകർന്ന കെട്ടിടങ്ങളുമായി മാറിയ കേന്ദ്രം പിന്നീട് വീണ്ടും ഉയർത്തുകയായിരുന്നു. പുതിയ പ്ലാസ്റ്റർ, ആധുനിക പെയിന്റ്, ഇറക്കുമതി ചെയ്ത മാർബിൾ, പുതുക്കിയ താഴികക്കുടങ്ങൾ, പുനർനിർമ്മിച്ച സെൻട്രൽ ഹാൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിയ സമുച്ചയം വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭീകര സംഘടനയായ ജെയ്ഷെ-ഇ-മുഹമ്മദുമായി ബന്ധമുള്ള ഈ കേന്ദ്രത്തിന് പുനർനിർമ്മാണത്തിനായി വൻതുക ചെലവഴിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ബഹവൽപൂർ സമുച്ചയത്തിന്റെ പുനർനിർമ്മാണത്തിന് മാത്രം ഏകദേശം 11 കോടി പാകിസ്ഥാൻ രൂപ ചെലവഴിച്ചതായാണ് കണക്കുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജെയ്ഷെ-ഇ-മുഹമ്മദിന് പാകിസ്ഥാൻ ഏകദേശം 25 കോടി പാകിസ്ഥാൻ രൂപ നൽകിയതായും അതിൽ ഏകദേശം 11 കോടി രൂപ ബഹവൽപൂരിലെ മക് സുബാനല്ല സമുച്ചയത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിച്ചതായും രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം മദ്രസ, അൽ സബീർ ഉൾപ്പെടെയുള്ള സമീപത്തെ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങളും ഭീകര കമാൻഡർമാർ ഉപയോഗിച്ചിരുന്ന താമസ സൗകര്യങ്ങളും പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി വൃത്തിയാക്കി പുനഃസ്ഥാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മസൂദ് അസ്ഹറിന് പിന്നിൽ ആരാണ്? ജെയ്ഷെ-ഇ-മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സംഘടനയുടെ പ്രവർത്തന നിയന്ത്രണത്തിൽ മാറ്റങ്ങളുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അസ്ഹറിന്റെ സഹോദരന്മാരടക്കമുള്ള അടുത്ത അനുയായികൾക്ക് സംഘടനയുടെ പ്രവർത്തന ചുമതല കൈമാറിയതായാണ് വിവരം. മസൂദ് അസ്ഹറും സഹോദരൻ റൌഫ് അസ്ഗറും സിന്ധ് പ്രവിശ്യയിലെ നവാബ് ഷാ ജില്ലയിൽ കഴിയുന്നതായും അവർക്ക് പാകിസ്ഥാൻ സർക്കാർ സംരക്ഷണം നൽകുന്നതായും അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ഇതെല്ലാം ശരിയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ തിരിച്ചടിയിൽ നിന്ന് പാകിസ്ഥാൻ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്ന വാദത്തിന് കൂടുതൽ ശക്തി ലഭിക്കും. ഇനി ഇന്ത്യ എന്താണ് ചെയ്യുക? ഒരു വശത്ത് സ്വന്തം രാജ്യത്തെ ഭരണപരാജയങ്ങൾ തുറന്നു പറയുന്ന പാക് മന്ത്രിമാർ, മറ്റൊരു വശത്ത് സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി റാവൽപിണ്ടിയിൽ സൈനിക വിന്യാസം, അതിനൊപ്പം ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് സൈനിക ചരക്ക് വിമാനങ്ങളുടെ തുടർച്ചയായ വരവ്, ഇതിനു പുറമെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണം. ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള സുരക്ഷാ സാഹചര്യം വളരെ നിർണായകമാണ്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയുടെ ആഴം ബൊലാരിയിലെ ബ്രഹ്മോസ് ആക്രമണം വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും ഉയരുകയും പാകിസ്ഥാന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൈനിക സഹായം എത്തുകയും ചെയ്യുമ്പോൾ പുതിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇത് വെറും ആയുധങ്ങളുടെ നീക്കമാണോ, അല്ലെങ്കിൽ മറ്റൊരു ഏറ്റുമുട്ടലിനുള്ള മുന്നൊരുക്കമാണോ? പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണോ, അഥവാ ആഭ്യന്തര പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സൈനിക തന്ത്രമാണോ ഇത്?
ഇന്ത്യ അതിർത്തിക്കപ്പുറത്തെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കും? രണ്ടാം ഓപ്പറേഷൻ സിന്ദൂറിനുള്ള മുന്നൊരുക്കമാണോ ഇത്? അതോ പാകിസ്ഥാന്റെ പ്രതിസന്ധിയിൽ നിന്നുള്ള മറ്റൊരു വഴിത്തിരിവാണോ? എന്തുതന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ. ഈ വാർത്ത കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി ഈ വാർത്ത ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.